ഇതാണ് എയർ പ്രൂണിങ് പോട്ട്. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാന്റ്സൊക്കെ പെട്ടെന്ന് നന്നായിട്ട് ഗ്രോ കിട്ടും. ഇതിന് പാർട്സാണിത്. ഇത് ഇങ്ങനെ തുറക്കാം. സ്ക്രൂ പോലുള്ള ഒരു സംഭവമാണിത്. ഇതാണ് എയർ പ്രൂൺ പോട്ടിൻ്റെ പാർട്സുകൾ. ഒന്ന് ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ജോയിൻറ്റ് ചെയ്യാനുള്ള ഒരു സ്ക്രൂ പോലത്തെ ഒരു സാധനമുണ്ട്. ഇതിൽ ജോയിൻറ്റ് ചെയ്യാം. പിന്നെ ഇത് ഇതിൻ്റെ അടിഭാഗത്തുള്ള ഒരു ഭാഗമാണ്. ഇത് വെള്ളം നിൽക്കാനുള്ള, വെള്ളം ഈ ലെവലിൽ നിൽക്കും. എക്സസ് വെള്ളം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരും. അപ്പോൾ വാട്ടർ ലെവൽ ഉണ്ടാവില്ല, ചെടി നന്നായിട്ട് വളരില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഹോൾസാണ് ഇതിന് മൊത്തം ചുറ്റുഭാഗത്തുള്ളത്. ഈ ഹോൾസാണ് ചുറ്റുഭാഗത്തുള്ളത്. ഹോൾസിലൂടെ ഇതിൻ്റെ റൂട്ടിന് പെട്ടെന്ന് ഗ്രോത്ത് ചെയ്യാൻ, റൂട്ടിന് പെട്ടെന്ന് വളരാനും അതുപോലെ തന്നെ എയർ സർക്കുലേഷൻ നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ വേര് ഇവിടെ വന്ന് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് നല്ല വളർച്ച കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിന് വേറെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ചെടികൾ നട്ടു. ഇപ്പോൾ എയർ ലെയർ ചെയ്ത ചെടികളൊക്കെ നട്ടതിൽ നട്ടതിന് ശേഷം ഇത് നമുക്ക് റീപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രൂ അഴിച്ചിട്ട് ഇത് തുറന്നിട്ട് ആ പ്ലാന്റ് എടുത്തിട്ട് കുഴിയിലേക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്കിതൊന്ന് പോട്ട് ചെയ്യുന്നത് കാണിക്കാം. ഇത് നമ്മൾ റീപോർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇങ്ങനെ ഇത് ഒരു ഗ്രോ ബാഗിലുള്ള സാധനം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് എന്തായാലും കീറാതെ ഇതിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് അഴിക്കുകയാണ്. അപ്പോൾ ഇത് പുറത്തുനിന്ന് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതിൻ്റെ വേരുകൾ കണ്ടോ, ഇവിടെ ഇങ്ങനെ കൗണ്ട് ചെയ്തിരിക്കുക. വേറൊന്നും കിട്ടാത്തതുകൊണ്ട് ഇതിന് ഗ്രോത്ത് വളരെ കുറവായിരിക്കും. ഇത് നമ്മൾ ഇതിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്സ് എന്ന് പറയുന്ന ഒന്ന് ഈ സ്ക്രൂ ആണ്, പിന്നെ ഇത് വെള്ളം പിടിച്ച് നിൽക്കാനുള്ള സംഭവങ്ങളാണ്. ഇത്രയേ ഉള്ളൂ ഇത്. അപ്പോൾ നമുക്കിത് ഫിക്സ് ചെയ്യാൻ നോക്കാം. ശേഷം ഇത് വയ്ക്കുക. ഇത് ഇങ്ങനെ നന്നായിട്ട് ലോക്ക് ചെയ്യുന്ന പോലുള്ള സംഭവമാണ്. ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി ഇതെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വെക്കണം. വെക്കുമ്പോൾ ഇത് വേഗത്തുണ്ട്. എന്തായാലും ഇതിൻ്റെ വേര് കുറച്ച് മണ്ണ് സൈഡിൽ നിന്ന് എടുക്കേണ്ടി വരും, അല്ലാതെ ഇത് ഇതിലേക്ക് കയറില്ല. ഈ ഗ്രോ ബാഗിൽ വളർത്തിയിട്ട് റീപോർട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് ഇതൊക്കെ. ശരിക്കും നമുക്ക് ഇതിനകത്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിൽ നമുക്ക് നല്ല കുറച്ച് വളം പോട്ടി മിക്സ് ചെയ്ത് നടത്തി കഴിഞ്ഞാൽ വളരെ അടിപൊളിയാണ്.
നന്നായിട്ട് ടൈറ്റാക്കി വരും മാസം അല്ലെങ്കിൽ സ്പിൻ ചെയ്യാൻ തുടങ്ങും. ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇതിലൂടെയൊക്കെ എയർ ഇതിലൂടെയൊക്കെ വേരിവിടെ വന്ന് ഇതിലൂടെ വന്ന് എയർ സർക്കുലേഷൻ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് ഇനി നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഈ ഗ്രോ ബാഗിലായതുകൊണ്ട് ഗ്രോത്ത് വളരെ കുറവാണ്. അപ്പോൾ ഇതാണ് എയർ കൂളിംഗ് പോട്ട്. ഈ പോട്ടിലേക്ക് വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രോത്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ.